ശമ്പള പരിഷ്കരണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളം ഫിക്സ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് 23,000-ൽ നിന്ന് 39,000-ലേക്ക് പോകും, 40,000 വരെയൊക്കെ പോകുമെന്നാണ് കേൾക്കുന്നത്. 12ാം ശമ്പള കമ്മീഷൻ്റെ ഈ റിപ്പോർട്ട് ശരിക്കും കൊടുക്കേണ്ടത് ജൂൺ 16 പക്ഷേ 3 മാസം ആയിട്ടേ ഉള്ളൂ. അവർ ഇനി 3 മാസം കൂടെ 3 മാസം ആവുന്നു 3 മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജൂൺ ആകുമ്പോൾ 3 മാസം ആകും. മെയ് 16 കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മാസമേ അവർക്ക്, ഒരു മാസം ഇല്ല, 10-25 ദിവസമേ അവർക്കുള്ളൂ. പക്ഷേ അത് കമ്മിറ്റി ചിലപ്പോൾ പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ജൂൺ 26 ഇത് വരാൻ പോകുന്നു, അസംബ്ലിയിൽ പുതിയ ബഡ്ജറ്റ് വരും. ബഡ്ജറ്റ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. ബഡ്ജറ്റിൽ ഇനി എന്തെങ്കിലും പുതിയ പ്രഖ്യാപനം ഉണ്ടാകുമോ? കമ്മീഷനെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, കമ്മീഷൻ വന്നു കഴിഞ്ഞു. പിന്നെ അത് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഗവൺമെൻറ്. അപ്പോൾ ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് ഭാഗമായി KR ജ്യോതിലാലും ഒക്കെ നല്ല തിരക്കിലാണ്. അപ്പം പിന്നെ ഫിനാൻസുകാർ നല്ല തിരക്കിലാണ്. പിന്നെ ബഡ്ജറ്റ് വരുന്നു. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് ഇനി വരുമോ, അത് ചർച്ച ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ല. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ 2.7-ൽ നിന്ന് 3.27 ചോദിക്കുന്നത്. ഈ പിന്നെ 3.87 ചോദിക്കുന്നത് യൂണിയനുകൾ. 69,000 രൂപയാണ് അവരുടെ ബേസ് അവർ ചോദിക്കുന്നത്. പക്ഷേ അതൊരു 54,000 രൂപയ്ക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. 69,000 കൊടുക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ശമ്പള വർക്കാനുള്ള സമയത്ത് 18,000 രൂപയായിരുന്നു. അത് 69,000 രൂപ ആക്കണമെന്നാണ് യൂണിയൻകാരുടെ ഡിമാൻഡ്. അതുപോലെ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ പിന്നെ 3.87 ആക്കണമെന്നാണ്. ചിലപ്പോൾ ഒരു 3 ആക്കാനുള്ള സാധ്യതയുണ്ട്. 3 ആക്കിയാലും നല്ല പൈസ കിട്ടും. 3 ആക്കാനുള്ള സാധ്യതയുണ്ട്. 2.8 സംതിങ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അത് 3.87 ഡിമാൻഡ്. അത് മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എത്രയെന്ന് ഇപ്പോഴും അറിയത്തില്ല. അലവൻസ് അറിയത്തില്ല. വെയിറ്റേജ്, സർവീസ് വെയിറ്റേജ് ഉണ്ടോയെന്നും അറിയത്തില്ല. ഈ 2 കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ശ്രീലത എന്ന് പറയുന്ന അഡീഷണൽ സെക്രട്ടറി റിട്ടയറായി, അവരെയാണ് ഇതിനകത്ത് വച്ചിരിക്കുന്ന ഒരു കമ്മിറ്റി അംഗം. അവരെ ചിലപ്പോൾ മാറ്റാനുള്ള സാധ്യത കാണുന്നു. രാജഗോപാലൻ നായർ എന്ന് പറയുന്നത് പിന്നെ CPMൻ്റെ നോമിനിയാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അറിയില്ല. എന്തായാലും ജൂൺ 16 റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതിനു മുമ്പേ റിപ്പോർട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ ജൂൺ 16 റിപ്പോർട്ട് വരില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വീണ്ടും 3 മാസം കൂടി നീണ്ടു പോകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. വളരെ വലിയ സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങളാണ് ഇനി വരാനുള്ളത്. അതുപോലെ തന്നെ DA ഇപ്പോൾ പല അലവൻസുകളും കൊടുത്തു വരുന്നു. ജനപ്രിയ ഗവൺമെൻറ്റായിട്ടാണ് മാറുന്നത്. 3,000 രൂപ ആശാ വർക്കേഴ്സിന് കൊടുത്തു. അത് കഴിഞ്ഞ് മഞ്ഞക്കുറ്റിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ വയോജനക്ഷേമ വകുപ്പ് രൂപീകരിച്ചു. ട്രാൻസ്പോർട്ടിന് 50% പിന്നെ വനിതകൾക്ക് ഫ്രീ കൊടുക്കാനുള്ള സംവിധാനം അനൗൺസ് ചെയ്തു. അങ്ങനെ അക്കൂട്ടത്തിൽ ഇനിയിപ്പോൾ വരുന്ന ക്യാബിനറ്റുകളിൽ 1, 2, 3 DA കൂടെ കൊടുക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. മാത്രമല്ല ഈ PSC ലിസ്റ്റ് ഒരു 3 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ജനപ്രിയമായ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. അതിനിടയിൽ ഈ ശമ്പള പരിഷ്കരണം കൂടി നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഇത് 3 മാസം കൂടെ നീളുമോ എന്നാണ് നമ്മുടെ ഒരു ആശങ്ക. നീളാതിരിക്കട്ടെ, കാരണം ജൂൺ 16 ഇത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എത്രയാണെന്നറിയില്ല. അതുപോലെ തന്നെ കേന്ദ്രത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ധാരണ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ധാരണ വന്നിട്ടില്ല. സംസ്ഥാനത്ത് 12ാം ധനകാര്യ ശമ്പള പരിഷ്കരണ കമ്മീഷനാണ്. കേന്ദ്രത്തിൽ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനാണ്. കേന്ദ്രത്തിലാണെങ്കിൽ 10 വർഷത്തിലൊരിക്കലാണ്, ഇവിടെ 5 വർഷത്തിലൊരിക്കലാണ്. പക്ഷേ ഇനി 10 വർഷത്തിലൊരിക്കലാക്കണമെന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് വിശദമായ വീഡിയോ സെലക്ഷൻ മുമ്പേ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ആളുകൾ ഡിമാൻഡ് ചെയ്തു ഇതെന്താണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് പൊസിഷൻ എന്ന് പലരും ചോദിച്ചതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫിനാൻസ് വകുപ്പുമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയിക്കാം. നിങ്ങൾ ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. ഇതൊരു പരസ്പര ധാരണയുടെ പുറത്ത് പോകുന്ന ചാനലാണ്. നിങ്ങൾ കിട്ടുന്ന വിവരം ഞങ്ങളെ അറിയിക്കുന്നു, ഞങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യുന്നു, വീണ്ടും കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങളെ കിട്ടുന്ന വിവരങ്ങളും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സോഴ്സ് ഫാക്ടർ. അപ്പോൾ എന്തായാലും ശമ്പള പരിഷ്കരണം വളരെ ഗൗരവമായി നടക്കുന്നു. ജൂൺ 16 നമുക്ക് കാത്തിരിക്കാം. ഇനി ഒരു മാസമില്ല. പക്ഷേ അതിനിടയിൽ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ ഫൈനലൈസ് ചെയ്യണം. അനാമലികൾ കഴിഞ്ഞ വർഷങ്ങളിലെ അനാമലികൾ ഫൈനലൈസ് ചെയ്യണം. നിരവധി ഡിസ്കഷൻസ് നടക്കണം. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് കോഡ് ഓഫ് കോണ്ടാക്റ്റും കഴിഞ്ഞല്ലോ, കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ്റും വന്നല്ലോ, കഴിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലായിരിക്കും. ഇതിനിടയിൽ ഒരു ക്വസ്റ്റിനെയർ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഇട്ടിരുന്നു. അത് നിങ്ങൾ പരമാവധി ആളുകൾ അത് ഫില്ല് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അയക്കണം. അത് അങ്ങനെ ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും VP ജോയിയെ മാറ്റാൻ സാധ്യത, മുൻ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. കമ്മിറ്റി അംഗങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ ആളുകളെ വയ്ക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. എന്തായാലും നമുക്ക് ശമ്പള പരിഷ്കരണം എങ്ങനെ വരുമെന്ന് കാത്തിരുന്ന് കാണാം.